നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ശ്രീദേവി നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും മാമന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങി ആ ബാഗ് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമേ ശ്രീദേവിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഏതോ ഒരു പെൺകുട്ടി ആ പണം അടിച്ചു മാറ്റാൻ നടക്കുന്നുണ്ട്. അത് ഏതവളാണെങ്കിലും ശരി, ഒരു കാരണവശാലും ആ പണം നഷ്ടപ്പെട്ടുകൂടാ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, അതാരാന്ന് അറിയുക തന്നെ വേണം. ഒരുപക്ഷെ ആ മാനേജർ പറഞ്ഞ പോലെ ആരൊക്കെയോ ചേർന്ന് മാമനെ വഞ്ചിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. തന്റെ അച്ഛനമ്മയെ വരെ തനിക്ക് സംശയമുണ്ട്, അവരിവിടെയും എത്തിയിട്ടുണ്ടോ? ഒരു പക്ഷേങ്കിൽ അവരാണോ ഈ തന്ത്രത്തിന് പിന്നിൽ എന്ന് വരെ ശ്രീദേവി ചിന്തിച്ചു പോവാണ്. അപ്പോഴേക്കുമാണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ദേവി പെട്ടെന്ന് നന്ദനെ നോക്കുക. നന്ദൻ ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? മാമന്റെ കല്യാണത്തിന് ഇങ്ങനെ മാറി നിൽക്കുവാണോ ചെയ്യണ്ടേ? എന്തോ ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, മോഹം കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു വലിയ ടെൻഷൻ ഉണ്ടെന്ന് മുഖത്ത്. മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് മുഖത്തൊന്നും അത് വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എനിക്കൊരു ടെൻഷനും ഇല്ല. എങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അങ്ങോട്ട് കയറി ചെല്ലേ. നല്ല മംഗളകരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, മനസ്സിലിപ്പോൾ ഒരു ടെൻഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ശ്രീദേവി ഒരു അമ്പരപ്പോട് കൂടിയിട്ട് നന്ദനെ ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് നന്ദൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറയണം. ഈ സമയത്ത് ദേവി ഒന്ന് നോക്കിയിട്ട് ദേവി അങ്ങോട്ടേക്ക് പോയി നന്ദനെ ഒന്ന് നോക്കിയിട്ട്, തനിക്കാണെങ്കിൽ എങ്ങനെയല്ലോ ലാലിയെ ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എങ്ങനെ അവിടെ എവിടെ പോയി അന്വേഷിക്കും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിനറിയുണ്ടായിരുന്നേ. ഒരു പക്ഷേങ്കിൽ അച്ഛനും അമ്മയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവരിവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അങ്ങനെയാണ് ഇവിടെയൊക്കെ നോക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് ശ്രീദേവി വീണ്ടും എന്ത് ചെയ്യുക, അവിടേക്ക് നോക്കുവാണ്. തന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ, അവരാണോ ഈ തന്ത്രത്തിന്റെ പിന്നിലെന്ന് അറിയത്തില്ല. അവരോ ഇങ്ങനത്തെ നാടകം കളിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരും മാമന്റെ കയ്യിൽ നിന്ന് വന്ന് ഇങ്ങനെ പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കില്ല. അങ്ങനെ ശ്രീദേവി നോക്കുമ്പോൾ ഉദയഭാനു ശ്രീകല അവിടെ നിൽക്കുന്ന കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് സഹിച്ചില്ല. ശ്രീദേവി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എപ്പോഴാ വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ ഞാന് എന്നും പറഞ്ഞിട്ട് ഉദയഭാനു നിൽക്കുക. സത്യം പറ, നിങ്ങൾ എന്തേലും തരികട പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കുക. തരികട പരിപാടിയാ? എന്ത് പരിപാടി? സത്യം പറയണേ, എന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കാൻ നിൽക്കണ്ട. എനിക്ക് പകരം നിങ്ങൾ ഏതേലും പെൺകുട്ടിയെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. നിനക്ക് പാരോ? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ? എന്ത് പരിപാടിയാ മോളെ നീ പറയണേന്നൊക്കെ ചോദിച്ചോണ്ട് ഉദയഭാനു കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ കൊണ്ട് അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്തോ നാടകം കളിച്ചിട്ടുണ്ട്. മാമന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നിങ്ങളാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നെങ്കിലും ഒരിക്കലും ഞാൻ ഇനി സമ്മതിക്കില്ല, അറിയാലോ. ഇത്രയൊക്കെ ചെയ്ത് പോരാഞ്ഞിട്ട് വീണ്ടും ഈ ക്രൂരതയെ കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ ജീവിതം ഇപ്പോഴും തുലാസിലാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയത്തില്ല ഞാൻ നിൽക്കുന്നേ. എന്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ? നിങ്ങളൊരു അച്ഛനും അമ്മയും തന്നെയാണോ? അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, മോളെ അത് പിന്നെ ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയതാ. അല്ല, അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, നിന്നെ രക്ഷിക്കാനായിട്ട് വേറൊരു മാർഗമില്ലായിരുന്നു. അപ്പം ഞങ്ങള് അങ്ങനെ ചെയ്താ. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. അപ്പൊ നിങ്ങൾ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്, സത്യം പറ, അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ അവള് ധർമ്മന്റെ അടുത്തേക്ക് പോയി പണം വാങ്ങാനിട്ട്. പോയോന്ന് ചോദിച്ചു. ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശ്രീദേവി പറഞ്ഞു, ഇതിന് ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല, ഞാൻ സമ്മതിക്കത്തില്ല. മാമന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ അങ്ങനെ പറയരുത്. പുറത്താ പലിശക്കാരൻ ചെല്ലയെ നിപ്പുണ്ട്, അയാൾക്ക് പൈസ കൊടുത്തേ മതിയാവുള്ളൂ. അയാൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ ഇവിടെ ഇട്ട് എന്നെ നാണം കെടുത്തും. എനിക്ക് വേറെ നിവൃത്തിയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ നിന്റെ കാല് പിടിക്കാന്ന് പറഞ്ഞു. എനിക്കിതൊന്നും അറിയണ്ട മോളെ, നീ പറയുന്ന ഒന്ന് അനുസരിക്ക്. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്ക്. നീ എന്തേലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയാകും. ആ പലിശക്കാരൻ ഇവിടെ ഇട്ട് നാണം കെടുത്തിയാൽ പിന്നെ എല്ലാവരുടെ മുന്നിൽ ബാലനും ഗോമതിയൊക്കെ നാണം കെടും. ഈ കല്യാണം തന്നെ മുടങ്ങും. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ പൈസ കൈ കിട്ടിയില്ലെങ്കിൽ ധർമ്മന്റെ കല്യാണം മുടങ്ങുന്ന കാര്യം നീ ചിന്തിച്ചു നോക്കിയേ. ശ്രീദേവി ആകെപ്പാടെ പെട്ടുപോയി. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടലെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ മാമന്റെ കല്യാണം മുടങ്ങും. അപ്പം ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ടൊരവസ്ഥയിൽ ശ്രീദേവി നിൽക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? പിന്നീട് ശ്രീദേവി എന്ത് ചെയ്യണം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഉദയഭാനു പറഞ്ഞു, ശ്രീകലെ അവൾ എന്തൊക്കെയോ കൽപ്പിച്ചോണ്ടാ പോയിരിക്കുന്നത്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, മൊത്തം കൊളാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? എന്റെ മനുഷ്യ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ കണ്ണിപ്പെടാൻ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന്. അപ്പൊ നിങ്ങൾ കേട്ടോ? എന്നിട്ടിപ്പോ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് ഓട്ടോടത്തിന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആ കാഴ്ച കാണുവാണ്. ധർമ്മന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് ലാലി അങ്ങോട്ട് കയറി നിൽക്കുന്നേ. പെട്ടെന്ന് ശ്രീദേവി ഞെട്ടിപ്പോയി. അപ്പൊ ഇവളാണോ
താനായിട്ട് അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നേ. ഈ സമയത്ത് ധർമ്മൻ എന്ത് ചെയ്തു? കുറെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കവറൊക്കെ അങ്ങനെ അവൾക്ക് കൈമാറാനായിട്ട് തുടങ്ങണം. അപ്പോഴേക്കും മാനേജർ അങ്ങോട്ട് വന്നിട്ട് ശ്രീദേവിയോട് ചോദിച്ചു, അല്ല അതായത് ആ കുട്ടീനെ ചോദിക്കുകയാണ്. ശ്രീദേവിക്ക് പെട്ടെന്നൊന്നും ഞെട്ടി. അല്ല, നിങ്ങൾക്കല്ലേ പൈസ തരാമെന്ന് ധർമ്മം പറഞ്ഞേ, പിന്നെ ഏതോ ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഏതാന്ന് ചോദിക്കുകയാണ്. ശ്രീദേവിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അല്ലെ എന്താ ധർമ്മം, നിങ്ങൾക്ക് പൈസ തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ട. അത് പിന്നെ അതെൻ്റെ ഒരു കസിനാ, അവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പറയാണ്. ഓ അങ്ങനെയാണല്ലേ. ഓ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. പിന്നെ അയാൾ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ പണമൊക്കെ വാങ്ങിക്കൊണ്ട് ആ ലാലി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുക. ആ സമയം ശ്രീദേവി അങ്ങോട്ടേക്ക് ചെന്നു ലാലിയൊന്ന് നോക്കി. അപ്പോഴേക്കും നന്ദൻ അങ്ങോട്ടേക്ക് വന്നു. നന്ദൻ ഇടയ്ക്ക് കയറിയുന്നുണ്ട്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. കാരണം ലാലിയെ തടയാനും പറ്റിയില്ല. ലാലി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, ഉദയഭാനുവിന്റെ ശ്രീകലയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ് പണവുമായിട്ട്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, പണം കൊണ്ടേ കൊടുത്തിട്ട് തനിക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും ശ്രീദേവി പിന്നാലെ എന്നു. ശ്രീദേവി പിന്നാലെ എന്നിട്ട് ലാലിയോട് പറഞ്ഞു, അതെ എനിക്കറിയാം നീ ആരാ എന്താ ഏതാന്നൊക്കെ, ആ പണം ഇങ്ങോട്ട് തരാൻ പറയാണ്. അപ്പോഴേക്കും ലാലി പറഞ്ഞു, പണം തരാനോ? ഏത് പണം? ഇതെന്റെ മാമന്റെ പണോ, ഈ പണം തന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ്. ഇതങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലാലി അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീദേവി പിന്നാലെ വെച്ച് പിടിക്കുമ്പോഴത്തേനും നന്ദൻ വീണ്ടും അങ്ങോട്ട് വന്നു. നന്ദനെ കണ്ടു കഴിഞ്ഞപ്പം ശ്രീദേവി ഒരു നിമിഷം നിന്നു. ഇയാൾ കുറെ സമയമായാലോ പിന്നാലെ കൂടിയിട്ട്, ഇയാൾക്ക് ഇനി എന്തെങ്കിലും സംശയം കാണുമോ തന്റെ കാര്യത്തിൽ, ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായി. അപ്പോഴേക്ക് ശ്രീദേവിയോട് ചോദിച്ചു, എന്താ ഇവരോടെ കിടന്ന് കറങ്ങണമെന്ന് ചോദിക്കോ? കുറെ സമയം ആയല്ലോ. ഒന്നുമില്ല, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുട്ടി അങ്ങോട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. ഒന്നുമല്ലേലും ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മരുമോളല്ലേ എന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പം ശ്രീദേവി ഒരു ഞെട്ടലോടുകൂടി നന്ദനെ നോക്കി. ആ സമയം നന്ദൻ അവളുടെ പിന്നാലെ പോവാണ്. ലാലിയുടെ പിന്നാലെ പോയി. അങ്ങനെ പിന്നാലെ എന്ന് ലാലിയെ വിളിച്ചു. ലാലി ഒരു നിമിഷം ഞെട്ടിത്തടി നോക്കി കഴിഞ്ഞപ്പം നന്ദൻ, ആഹാ ഇതെങ്ങോട്ടാ പോകുന്നത്, പെട്ടെന്ന് തന്നെ പോവാണല്ലോ എന്നൊക്കെ പറയണേ. അത് പിന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാന്നേ, നമുക്ക് ഇച്ചിരിയൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ, ഇങ്ങോട്ട് വരാനും പറഞ്ഞു വിളിച്ചു. നന്ദൻ വിളിച്ചു കഴിയുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ കൃഷ്ണനല്ലേ. കൃഷ്ണന്റെ പിന്നാലെ തന്നെ ലാലി അങ്ങോട്ട് ചെന്നു. ലാലി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് നന്ദൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ലാലിയുടെ പണം ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ലാലിയെ ഓരോന്നൊക്കെ പറഞ്ഞ് മയക്കി നന്ദൻ. പിന്നീട് ലാലിയെ കണ്ടു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നന്ദനെ മുന്നിൽ കാണുന്നില്ല. കയ്യിലുള്ള പൈസയില്ല. പണം ഇത് എവിടെ പോയി എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ലാലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം ഭഗവാൻ കൃഷ്ണന്റെ കയ്യിൽ പണമുണ്ട്. പണമായിട്ട് കൃഷ്ണൻ അവിടെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ലാലി കാണുന്നുണ്ടായിരുന്നില്ല. ലാലിക്ക് പിന്നെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ദൈവമേ, പണം പോയിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ ലാലി ഉദയഭാനുവിന്റെ ശ്രീകലയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ഉദയഭാനു ചോദിച്ചു, ലാലി പണം എന്തിയേ? പണം കിട്ടിയില്ലേ? പൈസ കിട്ടിയില്ല എന്ന് ചോദിച്ചു. അത് പിന്നെ പൈസ എവിടെ, പെട്ടെന്ന് കാട്ട് എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ ലാലി പറഞ്ഞു, പണം എൻ്റെ തരാനില്ലെന്ന് പറയാണ്. തരാനില്ലേ? എവിടെ? നീ ആ പൈസ മുക്കിയില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ മുക്കിയിട്ടില്ല, കള്ളത്തരം പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ലാലിയുടെ കവളത്തടിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീദേവിയും കൂടെ വന്നു. ശ്രീദേവി പറഞ്ഞു, അതെ അച്ഛന് നാടകമൊന്നും വേണ്ട, ദേ മര്യാദയ്ക്ക് ആ പൈസ ഇങ്ങോ തിരിച്ചു തന്നോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ ഒരു പൈസയൊന്നും കിട്ടിയിട്ടില്ല, അത് ഇവള് കൊണ്ടുപോയി മുക്കി എന്നൊക്കെ പറയാണ്. സത്യം പറയടി, നീ ആ പൈസ ആർക്കും കൊണ്ടേ കൊടുത്തു? മിക്കവാറും അവനായിരിക്കും നിന്റെ പിന്നാലെ നടന്നവന്. അവൻ ഏതാ? സത്യം പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഓഹോ അപ്പൊ നീയാ അയാൾക്കാ കൊണ്ടേ പൈസ കൊടുത്തല്ലേ എന്നൊക്കെ ചോദിച്ച് ശ്രീദേവിയും ദേഷ്യപ്പെടുവാണ്. മര്യാദയ്ക്ക് പണം തന്നോണം, അത് മാമന്റെ പണം എന്നൊക്കെ പറയാണ്. ആ സമയം ഉദയഭാനോട്, നിന്നെയും വെറുതെ പെടുത്തില്ലടി, അപ്പൊ നിന്റെ ആളായിരുന്നില്ലേ അവള്? അല്ല നിന്റെ ആളായിരുന്നില്ലേ അവന്? ആ പണം തന്നോളാനൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെല്ലയ്യ അങ്ങോട്ടേക്ക് വരുവാണ്. ചെല്ലയ്യ പറഞ്ഞു, പണം എടുക്ക, എന്റെ പണം കിട്ടാനുള്ള സമയം കഴിഞ്ഞു, പണം എടുക്കാൻ പറയണം. അത് പിന്നെ ചെല്ലയ്യ, ഞാൻ നിന്നോടല്ലാതെ എടുക്കാൻ പറഞ്ഞേ, നീ ഇത്ര സമയം എന്നെ കബളിപ്പിക്കുമായിരുന്നു അല്ലേന്ന് ചോദിച്ചോണ്ട് ഊടുപാടെ അടിക്കുവാണ് അവിടെ ഇട്ട് ഉദയഭാനുവിനെ. കയ്യും കാലമൊക്കെ ഓടിക്കുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൊടുത്തു. ചെല്ലയ്യയുടെ ഗുണ്ടകളും കൂടെ കൂടി അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുവാണ്. അങ്ങനെ ഉദയഭാനുവിനിട്ട് കിട്ടാനുള്ളത് കിട്ടി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് പ്രമേയം കേട്ടോ, അതുമായിട്ട് നാളെ ഞാൻ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.